സുഹൃത്തുക്കളെ, ഇന്ന് നമുക്കേവർക്കും പരിചിതയായ ഒരു IAS ഉദ്യോഗസ്ഥ ഡോക്ടർ ദിവ്യ എസ് അയ്യരെക്കുറിച്ച് ചില അറിഞ്ഞ കാര്യങ്ങൾ പറയുകയാണ്. ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS പദവിയിൽ ലാളിത്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണപ്പെടാറ്. മാരാമൺ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രഭാഷണം ഞാനിപ്പോഴും ഓർക്കുകയാണ്. കഥകളും ഉപകഥകളും അതുപോലെ മഹനീയമായ വചനങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിച്ചുകൊണ്ട് സദസ്സിനെ പ്രബുദ്ധമാക്കുന്ന ആ പ്രബോധന വൈഭവം ആരുടെയും ഹൃദയത്തെ ആകർഷിക്കുന്നതാണ്. 2014 IAS ആദ്യത്തെ തവണ തന്നെ നേടിയ ഒരു മഹതിയാണ് 40 വയസ്സുകാരിയായ ദിവ്യ എസ് അയ്യർ. ദിവ്യ എസ് അയ്യർക്ക് അത് പോരാ, ഏതാണ്ട് 140-140 സ്ഥാനത്തെങ്ങാണ്ടാണ് ആദ്യമായി IAS വന്നത്. പക്ഷേ അത് പോരാ. അവസാനം രണ്ടാമത് വീണ്ടും എഴുതി. അങ്ങനെ എഴുതി 7ാം സ്ഥാനത്തെത്തി. ഓൾ ഇന്ത്യ ലെവലിൽ പരീക്ഷ എഴുതിയവരിൽ 7ാം സ്ഥാനത്തെത്തി IASലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. പല പദവികൾക്ക് ശേഷമാണ് പത്തനംതിട്ട കളക്ടറായിട്ടിരിക്കുമ്പോഴാണ് മാരാമണ്ണിലെ പ്രസംഗം നടത്തുന്നത്. നിരവധി പ്രഭാഷണങ്ങൾ ആ മഹതി നടത്തിയിട്ടുണ്ട്. എല്ലാം മഹനീയമായ പ്രഭാഷണങ്ങളാണ്. വേദിയെയും സദസ്സിനെയും ഒരുപോലെ ആകർഷിക്കുവാനുള്ള പദ ലാളിത്യവും പദ വൈവിധ്യവും ആ മഹതിയുടെ പ്രത്യേകതയാണ്. കണ്ടത് നല്ലതാണെങ്കിൽ പറയുക, ചീത്തയാണെങ്കിൽ അതിനെ കുത്തിക്കീറുക എന്ന് ഒരു കവി പാടിയിട്ടുണ്ട്. അപ്പോൾ എന്താ ദിവ്യ എസ് അയ്യർക്കുള്ള കുഴപ്പം? ഡോക്ടർ ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞത്ത് പോർട്ട് ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് സ്തുത്യർഹമായ സേവനം നടത്തി. ആ സേവനങ്ങൾക്കെല്ലാം പരിപൂർണമായ പിന്തുണ നൽകിയ മുഖ്യമന്ത്രിയെ അവർ ഒരു നല്ല ലീഡർ എന്ന നിലയിൽ കാര്യശേഷിയുള്ള, കഴിവുള്ള, പഞ്ച്വാലിറ്റിയുള്ള, ഡിസിപ്ലിനുള്ള വലിയൊരു മനുഷ്യനാണ് കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് അവർ ജനത്തിനോട് വിളിച്ചു പറഞ്ഞു. അത് ഇഷ്ടപ്പെടാത്ത കുറച്ചാളുകളുണ്ട്. ആ ഇഷ്ടക്കേടിനെ അവർ വെച്ച് കെട്ടുന്നത് അവരുടെ ഭർത്താവ് ഒരു മുൻ കോൺഗ്രസ് MLA ആണ്. യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. കോൺഗ്രസ്സിൽ പദവികളുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർക്ക് ഈ മുഖ്യമന്ത്രിയും മറ്റും നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതെന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ ഈ ഭർത്താവിന് കോൺഗ്രസുമായിട്ടുള്ള ബന്ധമാണ്. എന്നാൽ ദിവ്യ എസ് അയ്യർക്ക് തൻ്റെ മനസ്സിൽ തോന്നുന്ന നല്ല കാര്യങ്ങൾ പറയുന്നതിന്
അവർക്കൊരു മടിയുമില്ല. അത് അവരുടെ ഭർത്താവിനോട് പോലും അവർ പറഞ്ഞിട്ടുണ്ട്. ആ സംഭാഷണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ വളരെ വലുതാണ്. ആ യാഥാസ്ഥിതികമായ മനോഭാവം വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ കോൺഗ്രസ്സിനകത്തുണ്ട്. പ്രായമുള്ളവരെക്കാൾ യാഥാസ്ഥിതികത ചെറുപ്പക്കാർക്കാണുള്ളത്. പിന്നെ രണ്ടാമത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം, ആദ്യത്തേത് മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ വലിയ സൈബർ ആക്രമണങ്ങൾ നടത്തി. ഇപ്പോൾ കെ രാഗേഷ്, ചീഫ് മിനിസ്റ്ററിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം കണ്ണൂർ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പോയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അടുത്ത് പരിചയിച്ചിട്ടുള്ള ആ ആളിനെക്കുറിച്ചും ആ ആളിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും ദിവ്യ എസ് അയ്യർ ഒരു പോസ്റ്റ് ഇട്ടു. ഇത് കണ്ടിട്ട് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് അവർക്കെതിരെ അതിശക്തമായ ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്. എന്നാൽ ദിവ്യ എസ് അയ്യർക്ക് തൻ്റേതായ അഭിപ്രായങ്ങളും തൻ്റേതായ രാഷ്ട്രീയ സങ്കല്പങ്ങളുമെല്ലാം ഉണ്ടാകുമല്ലോ. അതൊന്നുമല്ലല്ലോ അവർ ഇവിടെ പ്രകടിപ്പിച്ചത്. അവർ സഹവസിച്ച അല്ലെ കൂടെ ജോലി ചെയ്ത ആളുകളെക്കുറിച്ച് അവരുടെ ഫെയർവെൽ മീറ്റിംഗ് നടത്തുമ്പോൾ നല്ല വാക്കുകൾ പറയുന്നത് സ്വാഭാവികമാണല്ലോ. അതാണല്ലോ മനുഷ്യ സംസ്കാരം. ആ തരത്തിൽ നല്ല വാക്കുകൾ പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക്, കോൺഗ്രസ്സുകാർക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. കരുണാകരൻ്റെ മകൻ മുരളീധരൻ എന്തൊക്കെ വിഡംബനങ്ങളാണ് അതിനെതിരെ സംസാരിച്ചിരിക്കുന്നത്. ഈ മുരളീധരൻ്റെ സഹോദരി പത്മജ ഇപ്പോൾ എവിടെ പ്രവർത്തിക്കുന്നതെന്നറിയാമല്ലോ. BJPയിലാണ്. അവരെക്കുറിച്ച് ഇയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദിവ്യ എസ് അയ്യർ ഉദ്യോഗസ്ഥയാണ്. ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഇങ്ങേർക്ക് എന്തെങ്കിലും അപവാദം അവരിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അവരുടേതൊരു മികച്ച ക്വാളിറ്റിയാണ് എന്ന കുറ്റമല്ലാതെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർ നല്ലവരാണെങ്കിൽ അവർ പ്രശംസിക്കപ്പെടേണ്ടവരാണെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെ ഒരാളെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. പക്ഷെ ദിവ്യ എസ് അയ്യറുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റ് വർദ്ധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു കുട്ടിക്കാലത്ത് വളർന്നു വന്ന ആ കുടുംബത്തിൻ്റെ മഹത്വം, മാതാപിതാക്കന്മാർ തന്നെ വളർത്തിയ ഒരു രീതി, കുടുംബത്തിലെ മുത്തശ്ശിയുടെയുമൊക്കെ മനോഹരങ്ങളായ വാക്കുകളും കഥകളുമൊക്കെ കേട്ടു വളർന്ന കാര്യമൊക്കെ വീഡിയോയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയതിൻ്റേത് കൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. സത്യം പറയുന്നത്, നല്ലത് പറയുന്നത്, സത്യം പറയുവാൻ ശക്തി ഉണ്ടാകണം, നല്ല വാക്ക് ഓതുവാൻ ത്രാണിയുണ്ടാകണം എന്ന് നമ്മൾ കുട്ടിക്കാലത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നല്ലത് പറയുമ്പോൾ എന്തിനാണ് നമുക്ക് കലി? അതിൻ്റെ ആവശ്യമുണ്ടോ? ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ദിവ്യ എസ് അയ്യരെ പോലെയുള്ള മികച്ച ഉദ്യോഗസ്ഥകൾ അവരുടെ കഠിനാധ്വാനം കൊണ്ട് നമുക്കുണ്ടാക്കിത്തരുന്ന നേട്ടങ്ങൾ ചില്ലറയാണോ? ലോകോത്തര തുറമുഖമാക്കി വിഴിഞ്ഞം തുറമുഖത്തെ മാറ്റാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളിലും ഈ സന്ദർഭത്തിലും
ആ മഹതിയുടെ സംഭാവനകൾ നമുക്ക് ബഹുമാനത്തോടുകൂടി ഓർക്കാം. നല്ലത് പറയാനുള്ള ശക്തി ഉത്തരോത്തരം ഡോക്ടർ ദിവ്യ എസ് അയ്യർക്കുണ്ടാകട്ടെ. അതിനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആശംസിക്കാനല്ലാതെ നമുക്ക് മറ്റൊന്നിനും സാധ്യമല്ല. നല്ലതിനെ കണ്ട് നല്ലതെന്ന് പറയാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യൻ്റെ പ്രാഥമികമായ മനുഷ്യത്വം.